Calicut University 5th semester Bcom കോർപ്പറേഷനിലെ കോപ്പറേറ്റീവ് തിയറി ആൻഡ് പ്രാക്ടീസിലെ 14th ചാപ്റ്റർ ആയിട്ടുള്ള കൺസ്യൂമർ കോപ്പറേറ്റീവ്സിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ഇനി നമുക്ക് നോക്കാനുള്ളത് സൂപ്പർ മാർക്കറ്റ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോഴ്സ് എന്നുള്ള ടോപ്പിക്കാണ്. സൂപ്പർ മാർക്കറ്റ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോഴ്സ് എന്ന് പറയുന്നത് ദ ഓർഗനൈസേഷൻ ഓഫ് സൂപ്പർ മാർക്കറ്റ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ വാസ് അനദർ ഇമ്പോർട്ടൻറ്റ് ലാൻഡ്മാർക്ക് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ലാൻഡ്മാർക്കായിരുന്നു സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. 1966 ഉണ്ടായിട്ടുള്ള റുപ്പിയുടെ ഡിവാലുവേഷൻ കാരണം ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വാസ് ഫോഴ്സ്ഡ് ടു ടേക്ക് സം അർജൻറ്റ് സ്റ്റെപ്സ് ടു സ്ട്രെങ്തൻ ദ കൺസ്യൂമർ കോപ്പറേറ്റീവ് ഇൻ ദ കൺട്രിയിലെ കൺസ്യൂമർ കോപ്പറേറ്റീവ്സിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് അവിടെ ഒരുപാട് അർജൻറ്റ് സ്റ്റെപ്സ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഫോഴ്സ് ആവുകയായിരുന്നു. ദാറ്റ് മീൻസ് നിർബന്ധിതരാവുകയായിരുന്നു. ആൻഡ് അക്സലറേറ്റഡ് പ്രോഗ്രാം ഓഫ് കൺസ്യൂമർ സ്റ്റോഴ്സ് വാസ് പ്രിപ്പയർഡ് ബൈ ദ ഗവൺമെൻറ് ഫോർ ഇമ്മീഡിയറ്റ് ഇംപ്ലിമെൻറ്റേഷൻ. അപ്പോൾ ഗവൺമെൻറ് കൺസ്യൂമർ സ്റ്റോഴ്സിനെ പെട്ടെന്ന് തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട് ഒരുപാട് പ്രോഗ്രാംസൊക്കെ ത്വരിതപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് ഈ സൂപ്പർ മാർക്കറ്റ്, അതല്ല എന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റും കൺസ്യൂമർ സ്റ്റോഴ്സാണ്, ബട്ട് എല്ലാ കൺസ്യൂമർ സ്റ്റോഴ്സും സൂപ്പർ മാർക്കറ്റ് അല്ല. ബിക്കോസ് സം മാർക്കറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദം. സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ഗ്രേറ്റ് സൈസ് ഓഫ് കോപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോർ. ഇത് കോപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോറിൻ്റെ ഒരു ഭീമകരമായ രൂപമാണ് സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ അതല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് കൺസ്യൂമേഴ്സിന് മുന്നിലോട്ട് തുറന്നു കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് ആൾ ടൈപ്പ് ഓഫ് ഗുഡ് ഇൻ ദ സെയിം ബിൽഡിംഗ് അക്കോർഡിംഗ് ടു ദ ടേസ്റ്റ് ആൻഡ് നീഡ്സ് ഓഫ് ദ കൺസ്യൂമർ അറ്റ് റീസണബിൾ പ്രൈസസ്. കൺസ്യൂമേഴ്സിന് അവരുടെ ടേസ്റ്റിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ നീഡ്സിനനുസരിച്ച് എല്ലാ ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റും ഒരു സെയിം ബിൽഡിങ്ങിൽ ലഭിക്കുക എന്നുള്ളതായിരുന്നു. അതും അറ്റ് റീസണബിൾ പ്രൈസിന്. അതായത് അതിന് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളൊരു പ്രയോഗമാണ് വൺ കുഡ് ഗെറ്റ് പിൻ ടു എയ്റോപ്ലെയിൻ. പിന്ന് മുതൽ എയ്റോപ്ലെയിൻ വരെ അവിടെ ലഭിക്കും എന്നുള്ളൊരർത്ഥത്തിലാണ് പറയുന്നത്. അപ്പോൾ മെയിൻലി വെസ്റ്റേൺ കൺട്രീസിലൊക്കെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോഴ്സ് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒന്നാണ്. ഇതിൻ്റെ ഫ്ലോർ സ്പേസിൻ്റെ സൈസ് വരുന്നത് 5000 സ്ക്വയർ ഫീറ്റ് മുതൽ 50,000 സ്ക്വയർ ഫീറ്റ് വരെയാണ്. ബട്ട് ഇൻ സർട്ടൻ കേസസ് ഇറ്റ്സ് മോർ ദാൻ ദാറ്റ്. ചില സമയങ്ങളിൽ ഇതിൻ്റെ സൈസ് ഇതിൽ കൂടുതലാവാറുണ്ട്. അതായത് ഈ 5,000 to 50,000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ ആവാറുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഡൽഹി സൂപ്പർ മാർക്കറ്റ് അതിനൊരു എക്സാമ്പിളാണ്. ഇതിൻ്റെ സ്പേസ് വരുന്നത് 90,000 സ്ക്വയർ ഫീറ്റാണ്. ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോഴ്സിന് ഗ്രോസറീസ്, സ്റ്റേഷനറീസ്, കോസ്മെറ്റിക്സ്, ടെക്സ്റ്റൈൽസ്, റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഡ്രഗ്സ് ആൻഡ് മെഡിസിൻസ് എക്സെട്ര ഇങ്ങനെ പല കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചില ഡിപ്പാർട്ട്മെൻറ്റ് അതിൽ ഡ്രൈ ക്ലീനിങ്, ടൈലറിങ്, ഡെൻ്റൽ ക്ലിനിക്ക്, കുക്കിംഗ് ഗ്യാസ് ഇത്തരത്തിലുള്ള കുറച്ച് സ്പെഷ്യൽ സർവീസസും കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചില സ്റ്റോഴ്സ് ആണെങ്കിൽ ബാങ്കിങ്, ക്യാൻറ്റീൻ ഫെസിലിറ്റീസും ആ ഒരു പ്രിമൈസസ് മീൻസ് ആ ഒരു ചുറ്റുപാടിനുള്ളിൽ തന്നെ കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പൊതുവേ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോഴ്സ് എന്ന് പറയുന്നത് ഡിസ്ട്രിക്റ്റ് ഹോൾസെയിൽ സ്റ്റോഴ്സ് ആയിട്ടാണ് റൺ ചെയ്യുന്നത്. ചില സ്റ്റേറ്റിലെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ റൺ ചെയ്യുന്നത് എങ്ങനെയാണ്? സൂപ്പർ മാർക്കറ്റ് ആയിട്ടാണ്. അപ്പോൾ ഇൻ കേരള ഈച്ച് ഡിസ്ട്രിക്റ്റ് ഹോൾസെയിൽ സ്റ്റോർ റൺ എ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ അറ്റ് ഡിസ്ട്രിക്റ്റ് ഹെഡ് ക്വാർട്ടേഴ്സ്. കേരളത്തിൽ ഓരോ ഡിസ്ട്രിക്റ്റ് ഹെഡ് ക്വാർട്ടേഴ്സിലും ഒരു ഡിസ്ട്രിക്റ്റ് ഹോൾസെയിൽ സ്റ്റോർ റൺ ചെയ്യുന്നുണ്ട്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷനും ഓൾറെഡി സൂപ്പർ മാർക്കറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാവർക്കും കേട്ട് പരിചയമുള്ളതാണ് ത്രിവേണി അറ്റ് ട്രിവാൻഡ്രം ആൻഡ് കോഴിക്കോട്. ത്രിവേണി എന്നുള്ള പേരിൽ തിരുവനന്തപുരത്തും കോഴിക്കോടൊക്കെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷന് സൂപ്പർ മാർക്കറ്റൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പ്രൈം മിനിസ്റ്ററിൻ്റെ 20 പോയിൻ്റ് എക്കണോമിക് പ്രോഗ്രാംസിൻ്റെ അനൗൺസ്മെൻറ്റിന് ശേഷം കൺസ്യൂമർ കോപ്പറേറ്റീവ്സിൻ്റെ ഇമ്പോർട്ടൻസും വർദ്ധിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് NCDCയും ഒരുപാട് സ്കീംസൊക്കെ ഫോമുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കൺസ്യൂമർ ആർട്ടിക്കിൾസ് ഇൻ റൂറൽ ഏരിയാസ് എന്ന് പറയുന്നത്. കൺസ്യൂമേഴ്സിൻ്റെ ആർട്ടിക്കിൾസ് റൂറൽ ഏരിയാസിലൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. NCDC ഫോമുലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂ സ്കീം പ്രകാരം റൂറൽ ഏരിയാസിലോട്ട് കൂടി കൺസ്യൂമർ കോപ്പറേറ്റീവ്സിനെ വ്യാപിപ്പിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് സൂപ്പർ മാർക്കറ്റോ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോഴ്സിലൂടെ പറയുന്നത്.
അതായത് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ടു പ്രൊവൈഡ് ആൾ ടൈപ്പ് ഓഫ് ഗുഡ്സ് ഇൻ ദ സെയിം ബിൽഡിംഗ് അക്കോർഡിംഗ് ടു ദ ടേസ്റ്റ് ആൻഡ് നീഡ്സ് ഓഫ് ദ കൺസ്യൂമർ അറ്റ് റീസണബിൾ പ്രൈസസ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് റൂറൽ കൺസ്യൂമർ സ്കീമാണ്. ഈ റൂറൽ കൺസ്യൂമർ സ്കീമിൻ്റെ ഫീച്ചേഴ്സ് നോക്കി വെച്ചാൽ മതി. ഈ ഫീച്ചേഴ്സിൽ വരുന്നത് ദ സ്കീം അറ്റംപ്റ്റ് ടു ടേക്ക് അപ്പ് റൂറൽ കൺസ്യൂമർ ബിസിനസ് ഓൺ എ സിസ്റ്റമാറ്റിക് ബേസിസ്. ഇവിടെ റൂറൽ കൺസ്യൂമർ ബിസിനസ് നടത്തുന്നത് എങ്ങനെയാണ്? ഒരു സിസ്റ്റമാറ്റിക് ബേസിലാണ്. ഈ പ്രൊജക്റ്റിൽ കൺസിസ്റ്റ് ചെയ്തിട്ടുള്ളത് അതല്ലെങ്കിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഒരു ലീഡ് സൊസൈറ്റിയും അതിനോടനുബന്ധിച്ച് 15 or 20 ഒക്കെ ലിങ്ക് സൊസൈറ്റീസും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതിലൊരു ലീഡ് സൊസൈറ്റിയും അതിനെ ലിങ്ക് ചെയ്തിട്ട് 15-20 ലിങ്ക് സൊസൈറ്റീസ് ഉണ്ടാവും. ഈ ലിങ്ക് സൊസൈറ്റീസിനെ സെലക്ട് ചെയ്തിട്ടുള്ളത് റൂറൽ ഏരിയാസിലെ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ നിന്നും. ലീഡ് സൊസൈറ്റിയെ സെലക്ട് ചെയ്തിട്ടുള്ളത് പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസ്, അതല്ല എന്നുണ്ടെങ്കിൽ പ്രൈമറി കൺസ്യൂമർ സ്റ്റോഴ്സ്, അതല്ലെങ്കിൽ ഹോൾസെയിൽ കൺസ്യൂമർ സ്റ്റോഴ്സിൽ നിന്നാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ദ ലീഡ് സൊസൈറ്റീസ് എല്ലാ കൺസ്യൂമർ ഗുഡ്സും ലിങ്ക് സൊസൈറ്റീസിന് ക്രെഡിറ്റ് ബേസിസിലാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ലിങ്ക് സൊസൈറ്റി സെയിൽസിന് ശേഷം ആ ക്യാഷ് ലീഡ് സൊസൈറ്റിക്ക് റെമിറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഇവർ റെമിറ്റ് ചെയ്യുന്നതിൽ നിന്നും സെയിൽ ചെയ്തിട്ട് കിട്ടുന്നതിലെ 3% ലിങ്ക് സൊസൈറ്റിക്കുള്ളതാണ്. ലിങ്ക് സൊസൈറ്റി ആർ എക്സ്പെക്റ്റഡ് ടു റെമിറ്റ് സം ഓഫ് ₹10,000 ആർ സെക്യൂരിറ്റി വിത്ത് ദ ലീഡ് സൊസൈറ്റി. ലിങ്ക് സൊസൈറ്റീസ് ലീഡ് സൊസൈറ്റിയിൽ നിന്നും ഒരു 10,000 ഒക്കെ സെക്യൂരിറ്റി ആയിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ലീഡ് സൊസൈറ്റിക്കും ലിങ്ക് സൊസൈറ്റീസിനൊക്കെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഒക്കെ റിസീവ് ചെയ്യുന്നുണ്ട്. ഇനി എങ്ങനെയാണ് അവർക്ക് ലഭിക്കുന്ന ആ ഫിനാൻഷ്യൽ അസിസ്റ്റൻസിൻ്റെ പാറ്റേൺ എന്നാണ് നോക്കുന്നത്. ലീഡ് സൊസൈറ്റീസിന് ലഭിക്കുന്ന പാറ്റേൺ ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. അഡീഷണൽ ഷെയർ ക്യാപിറ്റൽ ഓഫ് ₹50,000, പർച്ചേസ് ഓഫ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ₹60,000. അതിൽ ഈ 60,000-ൽ 75% ലോണായിട്ടും 25% ഗ്രാൻഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. ദെൻ മാനേജീരിയൽ സബ്സിഡി, അതിൽ ലൈസൺ ഓഫീസർക്ക് കിട്ടുന്നത്, ഗോഡൗൺ കീപ്പർക്ക് കിട്ടുന്നത്, ക്ലർക്കിന് കിട്ടുന്നത്, ഡ്രൈവർക്ക് കിട്ടുന്നത് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് വായിച്ചു വെക്കുക. ദെൻ ലിങ്ക് സൊസൈറ്റീസിൻ്റെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് കിടക്കുന്നതെന്നാണ് നോക്കുന്നത്. അവർക്ക് ലഭിക്കുന്ന അഡീഷണൽ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5,000. ദെൻ ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സിന് 3,000, മാനേജീരിയൽ സബ്സിഡി ആയിട്ട് 2,000 ആണ് ലഭിക്കുന്നത്. നെക്സ്റ്റ് നോക്കുന്നത് പ്രോഗ്രസ് മീൻസ് പുരോഗതി. NCDC എന്ന് പറഞ്ഞാൽ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആണ്. ഈ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ 2,575 crores സാങ്ഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് 22 സ്റ്റേറ്റിനും 2 യൂണിയൻ ടെറിട്ടറീസിനും വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു സ്കീം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1,400 പ്രൈമറി വില്ലേജ് സൊസൈറ്റീസിനെ കവർ ചെയ്യുന്ന രൂപത്തിൽ 1,400 പ്രൊജക്റ്റ് ആയിരുന്നു ഈ സ്കീം സാങ്ഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കേരള സ്റ്റേറ്റിൽ 1059 ലിങ്ക് സൊസൈറ്റിയെയും 62 ലീഡ് സൊസൈറ്റിയെയും ഇൻവോൾവ് ചെയ്യിച്ച് 62 പ്രൊജക്റ്റ് ആയിരുന്നു കേരളത്തിൽ സാങ്ഷൻ ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതാണ്, ഇത്രയും കാര്യങ്ങളാണ് പ്രോഗ്രസ്സിൽ നോക്കുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഈ ഒരു സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് നിലവിലുള്ള കോപ്പറേറ്റീവ് ഇൻഫ്രാസ്ട്രക്ചർ അനുസരിച്ച് തന്നെയാണ്. അപ്പോൾ അത് കാരണം അവിടെ നോ ന്യൂ സൊസൈറ്റീസ് ഹാവ് ടു ബി ഓർഗനൈസ്ഡ് ഫോർ ദിസ് പർപ്പസ്. ഈ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ പുതിയ സൊസൈറ്റീസിനെ ഒന്നും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല, അതല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് കാരണം അവിടെ എക്സ്ട്രാ എക്സ്പെൻസസ് ഈ സ്കീമിന് വേണ്ടിയിട്ട് ചിലവാക്കേണ്ടി വന്നിട്ടില്ല. അതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ് വരുന്നത്. എ ഫാർമർ മെമ്പർ ഗെറ്റ് ഓൾ ടൈപ്പ് ഓഫ് സർവീസസ്, അല്ലേ? ഫാർമർ മെമ്പറിന് എല്ലാ ടൈപ്പ് ഓഫ് സർവീസസും ഈ സ്കീമിലൂടെ കിട്ടിയിട്ടുണ്ട്. അതായത് വരുന്നത് എന്തൊക്കെയാണ്? അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കിട്ടിയിട്ടുണ്ട്, അഗ്രികൾച്ചറൽ ഇൻപുട്ട് കിട്ടിയിട്ടുണ്ട്, കൺസ്യൂമർ ആർട്ടിക്കിൾ ഓഫ് ഡെയിലി റിക്വയർമെൻറ്റ് ഫ്രം വൺ പ്ലേസ്, ഇത്തരത്തിലുള്ള സർവീസസ് ഒക്കെ ഫാമർ മെമ്പർക്ക് ലഭിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ആണ് റൂറൽ ഏരിയാസിലെ പ്രൈസിൽ വരുന്ന ആ വിലക്കയറ്റത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ സ്കീമിലൂടെ സാധിക്കുന്നുണ്ട്, അല്ലേ? കാരണം എന്താ, കൺസ്യൂമർ സ്റ്റോഴ്സ് അവിടെ സൂപ്പർ മാർക്കറ്റൊക്കെ നിലവിൽ വന്നപ്പോൾ, അല്ലെങ്കിൽ റൂറൽ ഏരിയാസിൽ ലീഡ് സൊസൈറ്റീസും ലിങ്ക് സൊസൈറ്റീസൊക്കെ ആയിട്ട് അവിടെ കൺസ്യൂമർ സ്റ്റോഴ്സൊക്കെ നിലവിൽ വരുന്ന സമയത്ത് റൂറൽ ഏരിയാസിനെ ഒരു ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് NCDC ന്യൂ സ്കീംസൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മുഖാന്തിരം കൺസ്യൂമേഴ്സിന് അവിടെ എന്ത് ലഭിക്കും? വിലക്കയറ്റത്തിൽ നിന്നൊക്കെ ഒരു കൺട്രോൾ ലഭിക്കും. ഇറ്റ് വിൽ എൻഷുവർ ക്വാളിറ്റി ഗുഡ്സ് വിത്ത് കറക്റ്റ് വെയ്റ്റ് ആൻഡ് മെഷേഴ്സ്, അല്ലേ? അപ്പോൾ ഇതെന്ത് എൻഷുവർ ചെയ്യുന്നുണ്ട്? വളരെ ക്വാളിറ്റി ആയിട്ടുള്ള ഗുഡ്സ്, നല്ല കറക്റ്റ്
കറക്റ്റായിട്ടുള്ള മെഷറിലും വെയ്റ്റിലും ഒക്കെ അവർക്ക് ലഭിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു സൂപ്പർ മാർക്കറ്റിൽ മോഡേൺ റീറ്റെയിൽ ടെക്നിക്കിലോട്ട് ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. അതിൽ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് കാര്യത്തിലൊന്നായിരുന്നു എന്ത്, ഈ പാക്കിംഗ് ഉണ്ട്. ആ പാക്കിങ്ങിൽ തന്നെ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അത് കാരണം തന്നെ കറക്റ്റ് ക്വാളിറ്റി അതിൽ എഴുതിയിട്ടുണ്ടാവും, കറക്റ്റ് വെയിറ്റ്, മെഷർ എല്ലാ കാര്യങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ടാവും. നെക്സ്റ്റ്, ഗെയിം ഈസ് പർപ്പസ് ഓറിയൻറ്റഡ് ആൻഡ് ഡിസൈൻ ടു ഫെസിലിറ്റേറ്റ് സ്മൂത്ത് ഹാൻഡ്ലിംഗ് ഓഫ് കൺസ്യൂമർ ഗുഡ്സ് അല്ലേ. ഇതൊരു പർപ്പസ് ഓറിയൻറ്റഡ് ആണ്. എന്താണ് ഇവിടെ പർപ്പസ് വരുന്നത്? കൺസ്യൂമേഴ്സിന് മാക്സിമം പ്രൊട്ടക്ഷൻ, കൺസ്യൂമേഴ്സിന് ക്വാളിറ്റി ഗുഡ്സ് അറ്റ് റീസണബിൾ പ്രൈസസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസിൽ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഓർഗനൈസേഷണൽ സ്ട്രക്ചറാണ്. പ്രധാനമായിട്ടും നമ്മൾ മുമ്പ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇതിന് 4 ടയർ സ്ട്രക്ചറാണുള്ളത് അല്ലേ. നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ നാഷണൽ ലെവലിൽ വരുന്നതാണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ സ്റ്റേറ്റ് ലെവലിൽ വരുന്നതാണ്. ഡിസ്ട്രിക്റ്റ് ഹോൾസെയിൽ കൺസ്യൂമർ സ്റ്റോഴ്സ് അതങ്ങനെ ഡിസ്ട്രിക്റ്റ് ലെവലിൽ വരുന്നതാണ്. ദെൻ ലാസ്റ്റ് വൺ ഈസ് പ്രൈമറി കോപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോർ, വില്ലേജ് ലെവലിൽ വരുന്ന കൺസ്യൂമർ സ്റ്റോഴ്സാണ്. ഫസ്റ്റ് വണ്ണാണ് പ്രൈമറി കോപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. കൺസ്യൂമർ സ്റ്റോഴ്സിന് ഒരു ഡെഫിനറ്റ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ആഫ്റ്റർ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് സെൻട്രലി സ്പോൺസേർഡ് സ്കീംസ് എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക, ക്ലിയർ ആവും. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ സെൻട്രലി സ്പോൺസേർഡ് സ്കീംസിൻ്റെ ഇൻട്രൊഡക്ഷന് ശേഷം കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഒരു ജനറൽ പാറ്റേണിലോട്ട് വന്നിട്ടുണ്ട്. 4 ടയർ സ്ട്രക്ചറാണ് ഇതിനുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൈമറി ഓർ ബ്രാഞ്ചസ് അറ്റ് ദ ബോട്ടം, അതായത് വില്ലേജ് ലെവലിൽ പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ഉണ്ട്, ഡിസ്ട്രിക്റ്റ് ഹോൾസെയിൽ സ്റ്റോഴ്സ് മിഡിലുണ്ട്, സ്റ്റേറ്റ് ഫെഡറേഷൻ ടോപ്പിലുണ്ട്. ഇതിനെല്ലാം ഓവറോൾ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നാഷണൽ ലെവലിൽ നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷനും ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ നോക്കുന്നത് യൂണിറ്ററി, ഫെഡറൽ ആൻഡ് മിക്സ്ഡ് എന്നിങ്ങനെ 3 പാറ്റേൺ ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. യൂണിറ്ററി പാറ്റേണിൽ ഡിസ്ട്രിക്റ്റ് ഹോൾസെയിൽ സ്റ്റോർ വിത്ത് ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പ് ഓപ്പറേറ്റഡ് ടു ഇറ്റ്സ് ബ്രാഞ്ചസ് അല്ലേ. ഇവിടെ യൂണിറ്ററി പാറ്റേണിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഡിസ്ട്രിക്റ്റ് ഹോൾസെയിൽ സ്റ്റോറും ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പുമാണ്. ഫെഡറൽ പാറ്റേണിൽ പ്രൈമറി സ്റ്റോഴ്സും അവരുടെ ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പും അവർ ഒരു ഫെഡറൽ ഓർഗനൈസേഷൻ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി മിക്സ്ഡ് ടൈപ്പിൽ എന്ന് പറയുന്നത് ഈ യൂണിറ്ററി പാറ്റേണും ഫെഡറൽ പാറ്റേണിൻ്റെയും ഒരു മിക്സ്ഡ് ടൈപ്പിൽ വരുന്നത്. ഇൻ കേരള വി ഹാവ് അഡോപ്റ്റഡ് ദ മിക്സ്ഡ് ടൈപ്പ്. കേരളത്തിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് മിക്സ്ഡ് ടൈപ്പാണ് കേട്ടോ. നെക്സ്റ്റാണ് ഡിസ്ട്രിക്റ്റ് ഹോൾസെയിൽ സ്റ്റോഴ്സ്. സെൻട്രലി സ്പോൺസേർഡ് സ്കീമിൻ്റെ അണ്ടറിൽ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് ഈ ഡിസ്ട്രിക്റ്റ് ഹോൾസെയിൽ സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. ഇതിനും 3 പാറ്റേൺ ആണുള്ളത്, യൂണിറ്ററി, ഫെഡറൽ ആൻഡ് മിക്സ്ഡ്. പക്ഷേ അധിക സ്റ്റേറ്റും ഫോളോ ചെയ്യുന്നത് ഫെഡറൽ പാറ്റേൺ ആണ്. ഇതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ വരുന്നത് ഓരോ ഡിസ്ട്രിക്റ്റിലാണ്. നെക്സ്റ്റ് ഇതിൻ്റെ ഒബ്ജക്ട്സ് ആണ്. ടു കൺസ്യൂമർ ഗുഡ്സിൻ്റെ പർച്ചേസൊക്കെ അറേഞ്ച് ചെയ്യുകയും അത് മെമ്പേഴ്സിന് അല്ലെങ്കിൽ പബ്ലിക്കിനൊക്കെ റീസണബിൾ പ്രൈസിന് സെയിൽ ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, ടു സെറ്റപ്പ് മാനുഫാക്ചറിങ് യൂണിറ്റ് ഓഫ് കൺസ്യൂമർ ഗുഡ്സിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റൊക്കെ സെറ്റപ്പ് ചെയ്യുക. ടു ഡെവലപ്പ്, അസിസ്റ്റ് ആൻഡ് കോർഡിനേറ്റ് ദ വർക്ക് ഓഫ് അഫിലിയേറ്റഡ് സൊസൈറ്റീസ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സൊസൈറ്റീസിൻ്റെ വർക്കിനെയൊക്കെ ഡെവലപ്പ് ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും അസിസ്റ്റ് ചെയ്യുകയും എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റായിട്ട് വരുന്നത്. ടു ഓപ്പൺ ബ്രാഞ്ചസ് ഫോർ റീറ്റെയിൽ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് ബ്രാഞ്ചസ് ഒക്കെ ഓപ്പൺ ചെയ്യുക. ഈ 4 കാര്യങ്ങളാണ് ഇതിൻ്റെ ഒബ്ജക്റ്റായിട്ട് വരുന്നത്. നെക്സ്റ്റ് ഫണ്ടാണ്. ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ വരുന്നത് 10 lakh ആണ്. ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. മെമ്പർഷിപ്പ് യൂഷ്വലി ഓപ്പൺ ടു ഇൻഡിവിജ്വൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഡീലിംഗ് ഇൻ കൺസ്യൂമർ ആർട്ടിക്കിൾസ് ആൻഡ് ഗവൺമെൻറ്. MBP വരുന്നത് 10 times ദ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. വർക്കിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത്. ഹോൾസെയിൽ സ്റ്റോഴ്സിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻ വരുന്നത് കൺസ്യൂമർ ഗുഡ്സ് പർച്ചേസ് ചെയ്യുക, അത് സെയിൽ ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് മാനേജ്മെൻ്റ് ആണ്. മാനേജ്മെൻറ്റിൽ 11 മെമ്പേഴ്സാണ് കൺസിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ 5 മെമ്പേഴ്സ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് അഫിലിയേറ്റഡ് പ്രൈമറി സ്റ്റോഴ്സ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൈമറി സ്റ്റോഴ്സിലെ ആളുകളാണ് 5 ആളുകൾ. 3 റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഇൻഡിവിജ്വൽസിൽ നിന്നും 3 റെപ്രസെൻറ്റേറ്റീവ്, 2 ഗവൺമെൻറ് നോമിനീസ് ആൻഡ് 1 നോമിനി ഓഫ് ദി ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ഒരു നോമിനി ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും 2 ഗവൺമെൻറ് നോമിനീസും ഇൻഡിവിജ്വലായിട്ട് 3 റെപ്രസെൻറ്റേറ്റീവും 5 റെപ്രസെൻറ്റേറ്റീവ് ഓഫ് അഫിലിയേറ്റഡ് പ്രൈമറി സ്റ്റോഴ്സുമാണ് ഇതിൽ മാനേജ്മെൻറ്റായിട്ട് വരുന്നത്. മാനേജ്മെൻറ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 2 yearsലോട്ടാണ്. പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് നോട്ട് ലെസ് ദാൻ 15%
ടു ദ റിസർവ് ഫണ്ട്. റിസർവ് ഫണ്ടിലോട്ട് 15% കുറയാത്ത എമൗണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷൻ ഫണ്ട് ആസ് പെർ റൂൾസ് പ്രകാരം എഡ്യൂക്കേഷൻ ഫണ്ടിലോട്ടും പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഡിവിഡൻഡ് നോട്ട് മോർ ദാൻ 20%. ഡിവിഡൻഡ് 20%-നേക്കാൾ കൂടാൻ പാടില്ല. ദ റിമൈനിങ് ഹാസ് ടു ബി സെറ്റ് അപ്പാർട്ട് ആസ് ബോണസ് ടു എംപ്ലോയീസ്. അപ്പോൾ റിസർവ് ഫണ്ടിലോട്ടും എഡ്യൂക്കേഷൻ ഫണ്ടിലോട്ടും ഡിവിഡൻഡൊക്കെ കൊടുത്തതിന് ശേഷം പ്രോഫിറ്റിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റിമൈനിങ് പോർഷൻസ് എംപ്ലോയീസിന് ബോണസായിട്ടോ അല്ലെങ്കിൽ കോമൺ ഗുഡ് ഫണ്ടിലോട്ടോ ബിൽഡിംഗ് ഫണ്ടിലോട്ടൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്ട്രിക്റ്റ് ഹോൾസെയിൽ സ്റ്റോഴ്സിൽ പറയുന്നത്. ഫസ്റ്റ് വന്നത് ഇതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ, ദെൻ ഒബ്ജക്ട്സ്, ഫണ്ട്സ്, ലിയബിലിറ്റി, മെമ്പർഷിപ്പ്, MBP, വർക്കിംഗ്, മാനേജ്മെൻറ്റ്, പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ. നെക്സ്റ്റ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ആണ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ കൺസ്യൂമർഫെഡ് എന്ന പേരിലാണെന്ന് അറിയപ്പെടുന്നത്. ഇത് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് 1965 ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് എറണാകുളത്താണ്. സ്റ്റേറ്റിലുള്ള, അതായത് കേരളത്തിലുള്ള ഡിസ്ട്രിക്റ്റ് ഹോൾസെയിൽ സ്റ്റോഴ്സിൻ്റെ ഫെഡറേഷനായിട്ടാണ് ഈ കൺസ്യൂമർഫെഡ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ആൾസോ ഇറ്റ് ഈസ് ദ അപ്പെക്സ് സൊസൈറ്റി ഓഫ് കൺസ്യൂമർ സ്റ്റോഴ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ വരുന്നത് സ്റ്റേറ്റിലായിരിക്കും ഏരിയ ഓഫ് ഓപ്പറേഷൻ വരിക. അപ്പോൾ ഡിസ്ട്രിക്റ്റ് കൺസ്യൂമർ സ്റ്റോഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഡിസ്ട്രിക്റ്റിലാണ് വന്നിരുന്നത്. കൺസ്യൂമർ ഫെഡിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ വരുന്നത് സ്റ്റേറ്റിലാണ്. ഇനി മെമ്പർഷിപ്പ് വരുന്നത് എല്ലാ ഡിസ്ട്രിക്റ്റ് ഹോൾസെയിൽ സ്റ്റോഴ്സും ഗവൺമെൻറ്റാണ് ഇതിൻ്റെ മെമ്പേഴ്സായിട്ട് വരുന്നത്. കൺസ്യൂമർ ആർട്ടിക്കിൾസ് ഡീൽ ചെയ്യുന്ന പ്രൈമറി കൺസ്യൂമർ സ്റ്റോഴ്സും അതുപോലെ അതർ കോപ്പറേറ്റീവ് സൊസൈറ്റീസും ഇതിലെ അസോസിയേറ്റ് മെമ്പേഴ്സായിട്ട് വരുന്നുണ്ട്. ബട്ട് ദേ വിൽ നോട്ട് ഹാവ് എനി വോട്ടിംഗ് പവർ. അവർക്ക് വോട്ടിംഗ് പവറൊന്നും ഉണ്ടായിരിക്കില്ല. ഈച്ച് ഹോൾസെയിൽ സ്റ്റോർ ഹാസ് ടു സബ്സ്ക്രൈബ് അറ്റ്ലീസ്റ്റ് 20 ഷെയർസ്. ഓരോ ഹോൾസെയിൽ സ്റ്റോഴ്സും അറ്റ്ലീസ്റ്റ് 20 ഷെയർ എങ്കിലും ഈ കൺസ്യൂമർഫെഡിൻ്റെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് ഇതിൻ്റെ ഒബ്ജക്റ്റാണ് പറയുന്നത്. ഒബ്ജക്ട്സിൽ ഫസ്റ്റ് വരുന്നത് ഇപ്പോൾ കൺസ്യൂമർ ഗുഡ്സ് സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ നിന്നോ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ പുറത്തു നിന്നോ പർച്ചേസ് ചെയ്യുകയും അത് അഫിലിയേറ്റഡ് ആയിട്ടുള്ള, അതായത് ഹോൾസെയിൽ സ്റ്റോഴ്സിലോട്ട് സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. കൺസ്യൂമർ ഗുഡ്സിന് ആവശ്യമായിട്ടുള്ള പ്രോപ്പർ സ്റ്റോറേജ്, പാക്കിങ്, ഗ്രേഡിങ്, ട്രാൻസ്പോർട്ട് എക്സെട്ര ഇതെല്ലാം അറേഞ്ച് ചെയ്യുന്നതും കൺസ്യൂമർഫെഡാണ്. ടു എസ്റ്റാബ്ലിഷ് ആൻഡ് റൺ മാനുഫാക്ചറിങ് ആൻഡ് പ്രോസസ്സിംഗ് യൂണിറ്റ്. മാനുഫാക്ചറിങ് യൂണിറ്റും പ്രോസസ്സിംഗ് യൂണിറ്റൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും അത് നടത്തിക്കൊണ്ടുപോവുകയും ചെയ്യുക എന്നുള്ളതാണ് കൺസ്യൂമർഫെഡിൻ്റെ മറ്റൊരു ഒബ്ജക്ട്സ് ആയിട്ട് വരുന്നത്. ടു റെൻഡർ ടെക്നിക്കൽ ഗൈഡൻസ് ആൻഡ് അതർ അസിസ്റ്റൻറ്റ് ടു അഫിലിയേറ്റഡ് സ്റ്റോഴ്സ്. ആയിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോഴ്സിന് വേണ്ട അസിസ്റ്റൻസും ടെക്നിക്കൽ ഗൈഡൻസൊക്കെ കൊടുക്കുക എന്നുള്ളതും മറ്റൊരു ഒബ്ജക്ട്സ് ആയിട്ട് വരുന്നുണ്ട്. ഫണ്ടാണ് നെക്സ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. കൺസ്യൂമർഫെഡിൻ്റെ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ ഫിക്സഡ് അല്ല. ഇവിടുത്തെ ഷെയർ വാല്യൂ വരുന്നത് 500 രൂപയാണ്. ഈ ഫെഡറേഷൻ്റെ ഫണ്ടിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് മെമ്പേഴ്സിൽ നിന്നും ഗവൺമെൻറ്റിൽ നിന്നൊക്കെയുള്ള ഷെയർ ക്യാപിറ്റലും ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഗ്രാൻഡ്, അതുപോലെ സബ്സിഡീസ് ഫ്രം ദ ഗവൺമെൻറ്, ഇവരിൽ നിന്നെല്ലാം കിട്ടുന്ന ഫണ്ട്സാണ് ഇതിൻ്റെ ഫണ്ടായിട്ട് വരുന്നത്. നെക്സ്റ്റ് MPP അഥവാ മാക്സിമം ബോറോയിങ് പവർ വരുന്നത് ഇറ്റ്സ് 20 times ദ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ് ഫണ്ട്. ഇനി IMPP വരുന്നത് 10 times ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റലാണ്. ലിയബിലിറ്റി ലിമിറ്റഡ് ആണ്. മാനേജ്മെൻറ്റിൽ വരുന്നത് ഫെഡറേഷൻ്റെ ജനറൽ ബോഡിയിൽ കൺസിസ്റ്റ് ചെയ്തിട്ടുള്ളത് 1 representative ഓഫ് ഈച്ച് ഡിസ്ട്രിക്റ്റ് ഹോൾസെയിൽ സ്റ്റോർ, ഗവൺമെൻറ് നോമിനീസ് ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് ദ ഫെഡറേഷൻ. ബിസിനസ്സിൻ്റെ പ്രോംപ്റ്റ് ട്രാൻസാക്ഷൻസിനൊക്കെ വേണ്ടിയിട്ട് ബോർഡ് 7 മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും ഫോം ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റിൽ വരുന്നത്. നെക്സ്റ്റ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് 15% ഫോർ ദ റിസർവ് ഫണ്ട്, 15% റിസർവ് ഫണ്ടിലോട്ടും എഡ്യൂക്കേഷൻ ഫണ്ട് ആസ് പെർ ദ റൂൾസ് പ്രകാരം എഡ്യൂക്കേഷൻ ഫണ്ടിലോട്ടും ബാക്കി വരുന്ന പോർഷൻസ് പർച്ചേസ് ബോണസായിട്ടോ കോമൺ ഗുഡ് ഫണ്ടിലോട്ടോ ബിൽഡിംഗ് ഫണ്ടിലോട്ടോ ഒക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഏറ്റവും അപ്പെക്സ് അതോറിറ്റി ആയിട്ടുള്ള ഓവറാൾ കൺട്രോൾ വരുന്ന നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ NCCFനെ കുറിച്ചാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇറ്റ് ഈസ് ദ അപ്പെക്സ് ഓർഗനൈസേഷൻ ഓഫ് ദ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ദ കൺട്രി. നമ്മുടെ രാജ്യത്തെ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ അപ്പെക്സ് ഓർഗനൈസേഷനായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ആൾ ദ സ്റ്റേറ്റ് ഫെഡറേഷൻ ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ് ആർ അഫിലിയേറ്റഡ് ടു NCCF. സ്റ്റേറ്റിലെ എല്ലാ കൺസ്യൂമർ ഫെഡറേഷനും ഈ NCCFുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1965 ഹെഡ് ഓഫീസ് ലൊക്കേറ്റ് ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്.
ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റ് മെയിനായിട്ട് വരുന്നത് ടു അസിസ്റ്റ് ആൻഡ് ഫെസിലിറ്റേറ്റ് ദ വർക്കിംഗ് ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ഇൻ ദ കൺട്രി. രാജ്യത്തെ കൺസ്യൂമർ കോപ്പറേറ്റീവ്സിൻ്റെ വർക്കിങ്ങിനേക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റായിട്ട് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് കൺസ്യൂമർ ഗുഡ്സിൻ്റെ മാനുഫാക്ചറുമായിട്ടും ട്രേഡേഴ്സായിട്ടൊക്കെ ഒരു ട്രേഡ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതുവഴി കൺസ്യൂമർ സ്റ്റോഴ്സിലോട്ട് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നതൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് കൺസ്യൂമർ ഗുഡ്സിൻ്റെ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടൊക്കെ അറേഞ്ച് ചെയ്യുക. ടു സെറ്റപ്പ് കൺസൾട്ടൻസി ആൻഡ് പ്രൊമോഷണൽ സെയിൽസ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് കൺസ്യൂമർ സ്റ്റോഴ്സ്. കൺസ്യൂമർ സ്റ്റോഴ്സിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് പ്രൊമോഷണൽ സെയിൽസും കൺസൾട്ടൻസിയൊക്കെ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. ടു എസ്റ്റാബ്ലിഷ് ആൻഡ് റൺ പ്രോസസ്സിംഗ് ആൻഡ് മാനുഫാക്ചറിങ് യൂണിറ്റ്സ്. മാനുഫാക്ചറിങ് യൂണിറ്റ്സും പ്രോസസ്സിംഗ് യൂണിറ്റൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും അത് നടത്തിക്കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ടു അണ്ടർടേക്ക് പബ്ലിസിറ്റി ആൻഡ് propaganda for the development of cooperative consumer stores. Then to hold seminars and conference and discuss problems and programs of the consumer cooperative. അപ്പോൾ സെമിനാറും കോൺഫറൻസൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ഹോൾഡ് ചെയ്യുകയും അതുവഴി എന്തൊക്കെയാണ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സിൻ്റെ പ്രോബ്ലംസ് എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് NCCFൻ്റെ ഒബ്ജക്ട്സ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നോക്കുന്നത് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ ഡിഫക്റ്റ് ആണ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സസ് ഫേസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. ഫസ്റ്റ് വരുന്നത് ഇൻഅഡിക്വേറ്റ് ഫിനാൻസ്. ഇൻഅഡിക്വേറ്റ് ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമർ കോപ്പറേറ്റീവ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ഫിനാൻസ് തന്നെയാണ്, ഫിനാൻസിൻ്റെ അഭാവം തന്നെയാണ്. നെക്സ്റ്റ് ഡിഫക്റ്റീവ് പർച്ചേസ് പോളിസി. ലാക്ക് ഓഫ് സെയിൽസ്മാൻഷിപ്പ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രാക്ടീസിലൂടെയും കണ്ടിന്യൂസ് ട്രെയിനിങ്ങിലൂടെയൊക്കെ അക്യൂർ ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് സെയിൽസ്മാൻഷിപ്പ് എന്ന് പറയുന്നത്. അതായത് സെയിൽസ്മാൻ കൺസ്യൂമറോട് ബിഹേവ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഡിഫക്റ്റീവ് സെയിൽസ് പോളിസി, മാനേജീരിയൽ ഡെഫിഷ്യൻസി, ഹൈ കോസ്റ്റ് ഓഫ് മാനേജ്മെൻറ്റ്, ലാക്ക് ഓഫ് കോർഡിനേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ടയേഴ്സ്. അപ്പോൾ ഡിഫറെൻറ്റ് ടയേഴ്സ് തമ്മിലുള്ള അതായത് പ്രൈമറി സ്റ്റോഴ്സ്, ഡിസ്ട്രിക്റ്റിലെ കൺസ്യൂമർ സ്റ്റോഴ്സ്, സ്റ്റേറ്റ് കൺസ്യൂമർ സ്റ്റോഴ്സ്, നാഷണൽ കൺസ്യൂമർ സ്റ്റോഴ്സ്, ഇവരൊക്കെ തമ്മിലുള്ള ആ ലാക്ക് ഓഫ് കോർഡിനേഷനും കൺസ്യൂമർ സ്റ്റോഴ്സ് ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലമാണ്. നെക്സ്റ്റ് ആബ്സെൻസ് ഓഫ് മെമ്പർ എഡ്യൂക്കേഷൻ. ഇത്രയും കാര്യങ്ങളാണ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ ഡിഫക്റ്റിൽ വരുന്നത്. അതോടുകൂടി 14th ചാപ്റ്റർ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റിയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്.